ഇഷംശേഖർ സ്വീകരിക്കട്ടെ. എൻ്റെ പേര് ഡിറ്റ എന്നാണ്. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ദൈവാനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം എന്നെ തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. എൻ്റെ വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, എനിക്ക് ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പിള്ളേരായി. ചേട്ടായുണ്ട്, പിന്നെ എനിക്കൊരു ട്വിൻ സിസ്റ്ററും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു കൊച്ചു ഫാമിലി. എൻ്റെ ഒരു പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഞായറാഴ്ചകളിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, വേദപാഠത്തിന് പോകുമായിരുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയോട്. ആകെപ്പാടെ പ്രാർത്ഥിക്കുന്നത് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണേ, എനിക്ക് ആ ഒരു ക്രിക്കറ്റ് ബാറ്റ് മേടിച്ച് തരണേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു ദൈവാനുഭവം ഉണ്ട്. ആ ഒരു ദൈവാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാനൊരു ബോയ്സ് സ്കൂളിലായിരുന്നു പഠിച്ച്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കുമായിരുന്നു, മറച്ചു വയ്ക്കുന്നില്ല, പഠിക്കുമായിരുന്നു. നല്ല മാർക്ക് ദൈവം തരുമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ തന്നെ മേടിച്ചെടുത്തു എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, നല്ല മാർക്കോടുകൂടി പാസ്സായി, +2 എത്തി. ആ ഒരു +2 കാലഘട്ടത്തിൽ തന്നെ ഞാൻ എന്തായിരിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ആസ്ട്രോഫിസിസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ ഞാൻ ആ +2 കാലഘട്ടം മുഴുവനും തീർത്തു. ആ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ എൻജിനീയറിങ് റിപ്പീറ്റ് ചെയ്യണം, ബ്രില്യൻറ്റിൽ റിപ്പീറ്റിന് വേണ്ടി പോകണം എന്നുള്ള തീരുമാനം എടുത്തിരുന്നു. എന്നിട്ട് +2 കഴിഞ്ഞു. +2 കഴിഞ്ഞത് ഞാൻ പാലായിൽ മുത്തോലിലുള്ള ബ്രില്യൻറ്റിൽ ഞാൻ ചെന്ന് ജോയിൻ ചെയ്യുവാണ്. ഞാൻ അങ്ങനെ ആ റിപ്പീറ്റ് കാലഘട്ടത്തിലേക്ക് പഠിക്കുന്ന കുറേ കുട്ടികളുടെ, കേരളത്തിൽ നിന്നുള്ള പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരുടെ കൂടുതൽ ഞാൻ ചെന്നപ്പെടുന്നു. എനിക്കൊരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാനാണ് ഈ റൂമിലെ ഏറ്റവും നല്ല പഠിക്കുന്ന ആൾ, അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആൾ എന്നുള്ളൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റായിട്ട് തന്നെ ദൈവം ആ ഒരു അഹങ്കാരം അങ്ങോട്ട് കുറച്ച് തന്നു. ഞാൻ വലിയൊരാളല്ല, വലിയ ഒരു കൂട്ടം പഠിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു ചെറിയൊരാളാണെന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ആ ഒരു സമയത്തുണ്ടായി. അപ്പം മുതൽ ഞാൻ ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. 1 വർഷം മുഴുവനും എൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ആ ഒരു പഠനത്തിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തു. പിന്നെ ഒരു ഏപ്രിൽ കാലഘട്ടം വന്നു. എൻ്റെ ഒരു പരീക്ഷ ഏപ്രിൽ 1-ാം തീയതി ആയിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഏപ്രിൽ 1-ാം തീയതി ഞാൻ ആ പരീക്ഷയ്ക്ക് വേണ്ടി ചെല്ലുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു. പക്ഷേ ആ ഒരു പരീക്ഷയിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു പരീക്ഷയ്ക്ക് പേന എടുക്കുമ്പോൾ കൈ വിറയ്ക്കുക, ഇങ്ങനത്തെ അനുഭവം എനിക്ക് ആദ്യമായിട്ട് ഫേസ് ചെയ്യേണ്ടത്. എനിക്ക് ഇന്നേ വരെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് എല്ലാ പരീക്ഷകളും ഞാൻ എഴുതിയിട്ടുള്ളത് പോലും. പക്ഷേ ആ ഒരു പരീക്ഷയിൽ എനിക്കെന്തോ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് എനിക്കൊരു ഭയങ്കര വിഷമത്തിലേക്ക് ഞാൻ പിന്നെ പോവുകയാണ്. ആ പരീക്ഷ ഞാൻ എങ്ങനെയോ എഴുതി തീർക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ അതിൻ്റെ റിസൾട്ട് വന്നപ്പം വളരെ കുറഞ്ഞ മാർക്കിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു. പിന്നെ ആ ഒരു ഏപ്രിൽ മെയ് കാലഘട്ടം ഞാൻ വല്ലാതെ ഡിപ്രസ്ഡ് ആയിപ്പോയി. എൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു. ഞാനൊരു IIST എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാനായിരുന്നു ആഗ്രഹിച്ചത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഐസർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ഉണ്ടായിരുന്നു, അതെൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷനായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഐസറിലേക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു. എൻ്റെ ഒരു ആ സമയത്തെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഐസർ എന്ന് പറഞ്ഞാൽ വളരെ ആഗ്രഹിച്ച 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നായിരുന്നു, കിട്ടി. പക്ഷേ വീട്ടിലത്തെ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടാണ്, എനിക്കത് പോകാൻ പറ്റിയില്ല. വളരെ നല്ല വിഷമം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ പിന്നീട് പോകാൻ പറ്റാതിരുന്നതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് CET എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ആ ഒരു കോളേജിലേക്ക് മനസ്സോടെ തന്നെ എഞ്ചിനീയറിങ്ങിനോട് താല്പര്യമില്ലാതെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം പിന്നീട് മാറാൻ തുടങ്ങിയത്. ഞാൻ ആ സമയത്ത് പല സിനിമകളും ഒക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ആ കോളേജിൻ്റെ ഒരു മനോഹാരിത ഒക്കെ വർണ്ണിക്കുന്ന സിനിമകളൊക്കെ ഇഷ്ടംപോലെ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു. ആ ഒരു ആഗ്രഹത്തോടുകൂടി എനിക്ക് മെൻസ് ഹോസ്റ്റലിൽ ചെല്ലണം എന്നുള്ളൊരു ഒത്തിരി ആഗ്രഹത്തോടുകൂടി ചെന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർ എന്നെ ഒരു പള്ളിയുടെ ഹോസ്റ്റലിൽ ചെന്നാണ് കൊണ്ടുപോയി ആക്കിയത്. എടുത്തു പറഞ്ഞിരുന്നത് എന്നോട് രാഷ്ട്രീയത്തിലൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീട്ടുകാരോട് അറിയില്ല, നമുക്ക് കോളേജിൻ്റെ ആ ഒരു ഫ്രീഡത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ് ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ ആ ഒരു പള്ളിയുടെ ഹോസ്റ്റലിൽ GC Youth എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സീനിയേഴ്സൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ റാഗിങ് ഒക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. സീനിയേഴ്സ് എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു GC Youthൻ്റെ ഒരു ഫ്രഷേഴ്സ് ഉണ്ട്, നിങ്ങൾ വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അവരെ പേടിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ഫ്രഷേഴ്സ് പ്രോഗ്രാമിന് പോകുമായിരുന്നു.
ആ ഒരു പ്രോഗ്രാമിൽ ചെന്നു. പക്ഷേ എനിക്ക് ആ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ആ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. അടുത്തൊരു പ്രയർ ഗ്യാതറിങ്ങിന് ഞാനിങ്ങനെ പോവുകയുണ്ടായി. അപ്പോൾ വലിയൊരു കൂട്ടമായിരുന്നു. ഞാൻ ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി. ഇത് ഇത്ര വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ വരുമല്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ പിന്നീടുള്ള പ്രയർ ഗ്രൂപ്പുകളിലാണെങ്കിലും പോയിട്ടേ ഇല്ല. പിന്നെ ഞാനൊരു കോളേജിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ ഭയങ്കരമായിട്ടും കടന്നു ചെല്ലുകയുണ്ടായി. പല കാര്യങ്ങളും കോളേജിലുണ്ടായിരുന്നു. നമ്മളോട് ചോദിക്കാൻ ആരുമില്ല, നമ്മളോട് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ ആരുമില്ല. അധ്യാപകരാണെങ്കിൽ പോലും നമ്മുടെ കാര്യത്തിൽ ഓവർലി കൺസേൺഡ് ഒന്നും അല്ലായിരുന്നു. നമുക്ക് പഠിക്കണമെങ്കിൽ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ബ്യൂട്ടിയിലേക്ക് ഇങ്ങനെ പോവുമായിരുന്നു. പക്ഷേ യഥാർത്ഥ ബ്യൂട്ടി എന്താണെന്ന് ഞാൻ ഇപ്പോഴും അറിയാൻ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൻ്റെ ഒരു ഒറ്റപ്പെടുന്ന ഒരു നിമിഷത്തിലേക്ക് ഞാൻ പിന്നെ ആ ഒരു ഫസ്റ്റ് ഇയറിലേക്ക് തന്നെ ഞാനൊന്ന് കടന്നു ചെല്ലാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഒന്നിലും സന്തോഷം കാണാൻ പറ്റാത്ത സമയങ്ങളുണ്ടായിരുന്നു. ഒറ്റപ്പെടുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. എനിക്കെല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തോ ഞാനൊന്നും അല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ആ സമയത്തും ഫിനാൻഷ്യലി സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു. വീട്ടിൽ നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എന്നോടൊന്നും പറയുന്നൊന്നുമില്ല. എനിക്ക് ആകപ്പാടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടൊക്കെയാണ് എന്നെ അവിടെ പഠിക്കാനായിട്ട് സ്പോൺസർ ചെയ്ത് സഹായിച്ചിരുന്നതൊക്കെ. എന്നിട്ടൊരു 2018 കാലഘട്ടത്തിൽ, ഒരു ഫെബ്രുവരി കാലഘട്ടത്തിൽ എൻ്റെ ചേച്ചിക്ക് ആദ്യത്തെ ഡെലിവറിയുടെ ഒക്കെ ഒരു സമയമായിരുന്നു. അപ്പം പ്രാർത്ഥിക്കണമെന്നറിയാം. ഇത് അറിയാമെന്നേ ഉള്ളൂ. പക്ഷെ ഉള്ളിൽ നിന്നും വരുന്നതല്ല. കുഴപ്പങ്ങളൊന്നും കൂടാതെ കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടാകാതെ കൊച്ചുണ്ടാകണമെന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെന്നറിയാം. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഒരു സീനിയർ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ജിസ്യൂത്തിൻ്റെ ഒരു ധ്യാനമുണ്ട്, ജിസ്യൂത്ത് നടത്തുന്നൊരു ധ്യാനമുണ്ട്, അതിലേക്ക് എന്നെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തു. ആദ്യം എനിക്ക് പോകാനൊന്നും താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കൂട്ടുകാരൻ കുറച്ച് പേരും കൂടെ ഇൻവൈറ്റ് ചെയ്തു. അവരെല്ലാം കൂടെ പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഞാനും കൂടെ പോയി. കാരണം ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൊച്ചുണ്ടാകാൻ വേണ്ടി പോവാണ് എന്നൊക്കെയുള്ള കാര്യം അറിയായിരുന്നു. പിന്നെ ആ ഒരു സമയമായിരുന്നു എൻ്റെ ഒരു ലോ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലെ സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ പിന്നെ ആ ഒരു ധ്യാനത്തിന് പോകാമെന്ന് തീരുമാനിച്ചു. കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 3 ദിവസത്തെ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പോവാണ്. ആ ദിവസമാണ് എന്നെ മാറ്റിമറിച്ച ഒരു ദിവസം. അവിടെ ചെന്ന ആ ഒരു സെക്കൻഡ് മുതൽ എനിക്ക് സന്തോഷം എന്താണെന്ന് വീണ്ടും അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. എല്ലാവരും വന്ന് സംസാരിക്കുന്നു, എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു, ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ധ്യാനത്തിലേക്ക് കടന്നു. ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്ത രീതിയിൽ ധ്യാനം ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. നല്ല പാട്ടും ക്ലാസ്സുകളും സെഷൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ഒരു ആരാധനയ്ക്ക് ഞങ്ങളെ കൊണ്ടുവരുത്തി. ഭയങ്കരമായിട്ടും ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഓഫാക്കി ഈശോയെ അതിൻ്റെ നടുക്ക് ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു. ഒരു 7 തിരികൾ ചുറ്റുമുണ്ട്, പൂക്കളുണ്ട്, മെഴുകുതിരിയുടെ വെട്ടമുണ്ട്. ഇതെല്ലാം കൊണ്ട് നല്ലൊരു സിനാരിയോ ആയിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു സമയത്ത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാനും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ആ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ഞാൻ കണ്ണുകളടച്ചിട്ട് എനിക്കൊരു അനുഭവം ദൈവം ഇങ്ങനെ തരുവാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവം എന്താണ് ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്നുള്ളത് ഇങ്ങനെ ഒരു കാണിച്ചു തരുക. ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും എക്സൽ ചെയ്യുമായിരുന്നു. എൻ്റെ ലക്ഷ്യം IAST ജോയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു. അതല്ലെങ്കിൽ ഐസർ കിട്ടണം എന്നുള്ളതായിരുന്നു. എനിക്ക് IAST കിട്ടിയില്ല, പക്ഷേ എൻ്റെ സെക്കൻഡ് ഓപ്ഷനായിരുന്ന ഐസർ എനിക്ക് കിട്ടിയിരുന്നിട്ട് പോലും എൻ്റെ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. കർത്താവ് ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു കാരണം കാണിച്ചു തന്നു. ആ സമയത്ത് തന്നെ എനിക്കുണ്ടായിരുന്ന ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കാരണമാണ് എനിക്ക് ഐസറിൽ പോകാൻ പറ്റാതിരുന്നത്. ഐസറിൽ പോകാൻ പറ്റാതിരുന്ന ആ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. എന്നെ ആ ഒരു ധ്യാനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം ആ ഒരു വഴി ഒരുക്കി എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം എനിക്കറിയാൻ പറ്റി. എൻ്റെ ഒരു ജീവിതം ഈ ഒരു CETയിൽ ഈശോയെ അറിയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി മുന്നോട്ട് ജീവിക്കുമ്പോൾ ഈശോയുടെ കൂടത്തിൽ ജീവിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ആ ഒരു സമയത്ത് തരുക. എനിക്ക് ഇന്നവരെ ഇങ്ങനെ തിരിച്ചറിവുകളൊന്നും ഒരു ആരാധനയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇന്നേ വരെ തോന്നിയിട്ടില്ല. അങ്ങോട്ടേക്ക് ഈശോയോട് സംസാരിക്കുക എന്നുള്ളതല്ലാതെ ഒന്നുമില്ല, എൻ്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. പക്ഷേ ആദ്യമായിട്ടാണ് എനിക്കൊരു അനുഭവം ഇങ്ങോട്ടേക്ക് തരുന്നത്. എന്നോട് ഇങ്ങോട്ടേക്ക് സംസാരിക്കുന്നതിൽ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഫീൽ ചെയ്തു. അതിനുശേഷം എൻ്റെ ജീവിതം മറിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു പള്ളിയുടെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും അവിടെ കുർബാന ഉണ്ടായിരുന്നു. ഞാൻ വെറും 25 മീറ്റർ മാറിയായിരിക്കും എൻ്റെ റൂമുണ്ടായിരുന്നത്. അത്ര അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നു പള്ളി ഇരുന്നത്. ഞാൻ ഇന്നേ വരെ കുർബാനയ്ക്ക് അവിടെ ഞായറാഴ്ച അല്ലാതെ പോയിട്ടില്ല.
പരീക്ഷയുടെ സമയത്തല്ലാതെ പോയിട്ടില്ല. പക്ഷേ ആ ഒരു ധ്യാനത്തിന് ശേഷം എനിക്കുണ്ടായ മാറ്റം ഞാനൊന്ന് പറയാം. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. ഞാൻ ആഴ്ചയിൽ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങി. എൻ്റെ ചേട്ടന്മാരെ കണ്ട് ഇൻസ്പയർഡായി. പിന്നെ ആ ഒരു ധ്യാനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ജീവിതത്തിലേക്ക് വരുന്നത്. വേറൊരു ചെറിയൊരു അനുഭവം കൂടെ ഉണ്ട്. ഞാൻ ഇത്രയും കുർബാനയ്ക്ക് ഒന്നും പോവില്ലായിരുന്നു. പക്ഷേ ആ ഒരു ധ്യാനത്തിന് ശേഷം ഞാൻ പോകാൻ തുടങ്ങി. ഒരു ദിവസം എന്നെ ദൈവം 3 കുർബാന വരെ കാണിക്കാനുള്ള ഒരു അനുഭവം എനിക്ക് ദൈവം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും രാത്രിയായിട്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു മാറ്റം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സ്പിരിച്വലി കർത്താവ് എന്നെ അത്രയേറെ മാറ്റിയെടുത്തു. എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എന്നോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാനിരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാൻ തോന്നിയിട്ടില്ല. റോമ 8:28 പറയുന്ന പോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നുള്ളൊരു വചനം. ഇതൊക്കെ എന്നെ സ്ട്രൈക്ക് ചെയ്തിരുന്ന സംഭവമാണ്. ഒരു വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തിരുന്ന ഒരു വചനമാണിത്. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളൊരു ഏറ്റവും വലിയൊരു കർത്തവ്യമല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ദൈവം തരുമായിരുന്നു ചെയ്ത്. അവിടുത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കുന്ന എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അതൊക്കെ എൻ്റെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുമെന്ന് എനിക്ക് ദൈവം തിരിച്ചറിവ് നൽകി. പിന്നീട് എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുനടന്നു. എൻ്റെ കുടുംബത്തിൽ ഞാൻ ആരായിരിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് കർത്താവ് തരിക. ഇതൊക്കെ കുറച്ച് സമയം എടുത്തിരുന്നെങ്കിൽ പോലും ഒരു നല്ല മകനാകുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഞാൻ പറഞ്ഞിരുന്നു. കോവിഡ് കാലഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. അന്ന് മുതൽ കർത്താവ് എന്നെ ഒരു നല്ലൊരു മകൻ, നല്ലൊരു കുടുംബസ്ഥൻ ആക്കാൻ വേണ്ടിയിട്ട് കർത്താവ് എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും കടബാധ്യതകളുടെ ലിസ്റ്റ് ഞങ്ങളിങ്ങനെ എടുക്കാൻ തുടങ്ങി. ഞാനും ചേട്ടായും ഒക്കെ കൂടി എടുക്കാൻ തുടങ്ങി. അങ്ങനെ അത് പയ്യെ കർത്താവ് ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിച്ചെടുത്ത് ഇപ്പം കടങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിലേക്ക് കർത്താവ് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അമ്മ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ടെൻഷനൊന്നും ഇല്ലാതെ നിനക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നതെന്ന്. എൻ്റെ ആ ഒരു അമ്മയുടെ ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിനോടുള്ള ഒരു ആശ്രയം മാത്രം. ആ ഒരു ആരാധനയുടെ ഇടയിൽ ഈശോയോട് കണ്ണുറച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കിട്ടിയ ഒരു അനുഭവം, ആ ഒരു അനുഭവം എന്നെ ഇപ്പോഴും മുന്നോട്ട് നടത്തുന്നു. എൻ്റെ ഒരു അനുഭവം ഇതാണ്. എന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്തിരുന്ന ആ ഒരു വചനം റോമ 8:28 വീണ്ടും ഞാൻ പറയുക, തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കുറവുകളും സങ്കടങ്ങളും ഉണ്ടായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കർത്താവിനെ സ്നേഹിക്കുക. കർത്താവിനെ സ്നേഹിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. ഈ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.